നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ജീവനക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്നും ജീവനക്കാരെ സർക്കാർ നിരാശപ്പെടുത്തില്ലെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിക്കാനുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്നും മന്ത്രി. പാലക്കാട്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രതിനിധി സമ്മേളനം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എഐടിയുസി സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നോക്കുകുത്തിയായി. കരാർ നിയമനവും പിൻവാതിൽ നിയമനവും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നത് നിർഭാഗ്യകരം. പരാമർശം പാലക്കാട്ട് എഐടിയുസി പ്രക്ഷോഭ ജാഥയിൽ. ജാഥ സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും ഉറപ്പാക്കണമെന്നും കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഷൊർണൂരിൽ റോഡ് നവീകരണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാർക്കെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. സമയബന്ധിതമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത 2 കരാറുകാരെ പുറത്താക്കി. നടപടി മലപ്പുറം ഷൊർണൂർ സ്വദേശികളായ കരാറുകാർക്കെതിരെ. ഷൊർണൂരിൽ ട്രെയിൻ തട്ടി 4 ശുചീകരണ കരാർ തൊഴിലാളികൾ മരിച്ച പ്രദേശത്തിനു സമീപം റെയിൽവേ ട്രാക്കിനോട് ചേർന്ന കാഴ്ച മറയ്ക്കുന്ന 100-ലേറെ മരങ്ങൾ വെട്ടിമാറ്റി തുടങ്ങി. കേരളശ്ശേരിയിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്ക് ലൈസൻസ് പുതുക്കി നൽകിയ നടപടിക്കെതിരെ പ്രതിഷേധം. BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയായ തടുക്കശ്ശേരി വെണ്ണടിയിലെ ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ. ഷൊർണൂരിൽ പൊളിച്ചിട്ട ചുടുവാലത്തൂർ ശിവക്ഷേത്രം റോഡിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനെതിരെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. പൂരപ്രതീതിയിൽ ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച്. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യം. ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഉൾപ്പെടെ ഉത്സവ പറമ്പുകളിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള നിയന്ത്രണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കുന്നംകുളം കാണിപ്പയ്യൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത എരുമപ്പെട്ടി സ്വദേശിയായ ജീവനക്കാരൻ അറസ്റ്റിൽ. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് നടത്തിയ യുവാവ് ഒടുവിൽ പോലീസിന്റെ പിടിയിൽ. വല്ലപ്പുഴ ചെറുകോട് ഗ്രാമത്തെ വേദനയിലാക്കി അമ്മയുടെയും മകന്റെയും മരണം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ജീവനക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്നും സർക്കാർ ജീവനക്കാരെ നിരാശപ്പെടുത്തില്ലെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചാണ് ജനങ്ങൾക്കു നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിക്കാനുള്ള പരിശ്രമത്തിൽ സർക്കാർ എന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണി. ജീവനക്കാരുടെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംരക്ഷണവും ക്ഷേമവുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ജെ ചിഞ്ചുറാണി പറഞ്ഞു. സർക്കാരിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ലക്ഷ്യം നേടുന്നതിന് തടസ്സമായിട്ടുണ്ട്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു. അത് ഉന്നത ഉദ്യോഗസ്ഥ മേഖലകളിൽ പോയി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഉതകുന്ന നിലയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് താഴോട്ടെടുത്ത് നോക്കിയാൽ നമ്മെപ്പോലെയുള്ള സംഘടനകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രവർത്തന പരിധിയും അതിൻ്റെ സമയവും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് കഴിയണം. എനിക്കിപ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ. മറ്റ് സംഘടന അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. പലപ്പോഴും ഇവരുടെ തന്നെ മീറ്റിങ്ങുകളൊക്കെ ഒന്ന് കൂടുമ്പോഴൊക്കെ നല്ലതുപോലെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും അടിത്തട്ടിലുള്ള നമുക്കറിയാം പാവപ്പെട്ട ക്ഷീരകർഷകൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് കുറച്ച് ഊന്നൽ കൊടുക്കുവാൻ, അവരോടൊരു നല്ല സന്തോഷ വർത്തമാനം പറയുവാൻ, അവരുടെ ഉരുക്കളെയും കൊണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു. സമ്മേളന നഗരിയിൽ പ്രസിഡന്റ് ഡോക്ടർ M. ജയൻ പതാക ഉയർത്തി. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഹരിദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന നേതാക്കളായ P. വിജയകുമാർ, MS റീജ, AKSTU സംസ്ഥാന സെക്രട്ടറി MN വിനോദ്, വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് SY ഷാഹിൻ, അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ കൺവീനർ MC ഗംഗാധരൻ, SSPC ജില്ലാ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ J. ബിന്ദു, ഡോക്ടർ ദിലീപ് ഫൽഗുനൻ, രശ്മി കൃഷ്ണൻ, ബഷീർ അഹമ്മദ്, BS വിനോദ് കുമാർ,
തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റോഡ് നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാർക്കെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. സമയബന്ധിതമായി റോഡ് നവീകരണം പൂർത്തിയാക്കാതിരുന്ന 2 കരാറുകാരെ പുറത്താക്കി. കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരണം ഏറ്റെടുത്ത മലപ്പുറം സ്വദേശി അഫ്സൽ, SMP ജംഗ്ഷൻ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെ റോഡ് നവീകരണം കരാറെടുത്ത ഷൊർണൂർ സ്വദേശി ചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് നടപടി. ഇരു റോഡുകളുടെയും പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചത്. 4 വർഷം മുമ്പാണ് ഇരുവരും കരാർ ഏറ്റെടുത്തത്. നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിപാലം മുതൽ SMP ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. എന്നാൽ അവശേഷിക്കുന്ന SMP ജംഗ്ഷൻ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെ 500 മീറ്ററോളമുള്ള റോഡ് നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല. ഒക്ടോബർ അവസാനമാണ് കുളപ്പുള്ളി മുതൽ പൊതുവാൾ വരെയുള്ള 30 കിലോമീറ്റർ റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. നവീകരണം മന്ദഗതിയിലായിരുന്നു. നിരവധി തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് വിഷയത്തിൽ പരാതി കേട്ട് മടുത്തതിനെ തുടർന്നാണ് നടപടിയിലേക്ക് നീങ്ങിയത്. നിലവിലെ കരാർ ഒഴിവാക്കി പുതിയ കരാറുകാരനെ കണ്ടെത്തുന്നതിന് ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. പാലക്കാട്ട് AITUC പ്രക്ഷോഭ ജാഥയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ സംസ്ഥാനത്ത് നോക്കുകുത്തിയായെന്ന് ആഞ്ചലോസ് തുറന്നടിച്ചു. കരാർ പിൻവാതിൽ നിയമനങ്ങൾ കേരളത്തിൽ തോന്നിയ പോലെ നടക്കുകയാണെന്നും ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തതാണെന്നും TJ ആഞ്ചലോസ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും ഉറപ്പാക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AITUCയുടെ പ്രക്ഷോഭ ജാഥ. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പാലക്കാട്ട് ജാഥയിൽ സംസാരിച്ച AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉയർത്തിയത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനവും കരാർ നിയമനവും സംസ്ഥാനത്ത് തോന്നിയ പോലെ നടക്കുകയാണെന്ന് ആഞ്ചലോസ് പറഞ്ഞു. കരാർ നിയമനത്തിനും കുത്തകവൽക്കരണത്തിനുമെതിരെ രാജ്യത്താകെ ഇടതുപക്ഷം പ്രക്ഷോഭപാതയിലാണ്. എന്നാൽ സംസ്ഥാനത്തെ ഇടതു സർക്കാർ ഇടതുവിരുദ്ധ നയം നടപ്പാക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് ആഞ്ചലോസ് പറഞ്ഞു. ഇത് അംഗീകരിക്കാനാകില്ല. നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് വഴിയാക്കണം. സപ്ലൈകോയിലെയും കാർഷിക മേഖലയിലെയും പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം. ഓൺലൈൻ മേഖലയിലെ തൊഴിൽ ചൂഷണത്തിന് പരിഹാരം കാണണമെന്നും ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. അത്തരം ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു 34 വർഷക്കാലമായി നമ്മുടെ രാജ്യത്തും ലോകത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണത്തെക്കുറിച്ച് എൻ്റെ മുന്നിലിരിക്കുന്നവരെല്ലാം എത്രയോ തവണ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അവർ പറഞ്ഞത് രാജ്യങ്ങളുടെ അതിരുകൾ ഇല്ലാതാകുന്നു. അതിരുകൾ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ചുങ്കമില്ലാതാകുന്നു, ടാക്സ് ഇല്ലാതാകുന്നു എന്നാണ്. ഏത് ഉൽപ്പന്നവും ഏത് രാജ്യങ്ങളിലും കൊണ്ടുവന്ന് വിൽക്കാം. തൊഴിലാളികൾക്കാണെങ്കിൽ ബ്രിട്ടനിലെ, അമേരിക്കയിലെ, ജപ്പാനിലെ തൊഴിലാളികൾക്ക് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തെയും കേരളത്തിലെയും പാലക്കാട്ടെയും തൊഴിലാളികൾക്ക് കിട്ടും. ഇതായിരുന്നു പ്രചരണം. ഞങ്ങൾ വയനാട് ജില്ല പിന്നിട്ടാണ് വരുന്നത്. കാർഷിക മേഖലയിൽ നമുക്ക് നേരിട്ട് കണ്ടാൽ ബോധ്യപ്പെടുന്ന ഒട്ടനേകം അനുഭവങ്ങൾ, വില തകർച്ച. ജാഥ വൈസ് ക്യാപ്റ്റൻ KK അഷറഫ്, ഡയറക്ടർ KG ശിവാനന്ദൻ, K മല്ലിക, വിജയൻ കുനിശ്ശേരി, ചെങ്ങറ സുരേന്ദ്രൻ, KV കൃഷ്ണൻ, KC ജയപാലൻ, എലിസബത്ത് അസീസി, PK മൂർത്തി, മുരളി K താരേക്കാട്, PK നാസർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനവാസ മേഖലയിൽ ക്വാറിക്ക് ലൈസൻസ് പുതുക്കി നൽകിയ പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ കേരളശ്ശേരി BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൻ പ്രതിഷേധം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയായ തടുക്കശ്ശേരി വെണ്ണടിയിലാണ് ക്വാറിക്ക് ഗ്രാമപഞ്ചായത്ത് അനുമതി നൽകിയത്. പന്ത്രണ്ടാം വാർഡിൽപ്പെട്ട വെണ്ണടി മേഖല ജനവാസ മേഖലയാണെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ക്വാറിക്ക് ലൈസൻസ് നൽകിയതെന്നും സമരക്കാർ ആരോപിച്ചു. പ്രതിഷേധ ധർണ
BJP ജില്ലാ സെക്രട്ടറി രവി അടിയത് ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതിയിൽ ഇവിടെ പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് ഭരണസമിതി ചേർന്നുകൊണ്ട് ഈ പ്രദേശത്ത് കോറി വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും ഇവിടുത്തെ ഭരണസമിതി കോടതിയെ അറിയിക്കേണ്ടതാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇവർ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഭരണം നടത്തുന്നത്? കോറി മാഫിയകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു മുന്നണിയായി ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി മാറി എന്ന് പറയുമ്പോൾ ഈ ഇവിടുത്തെ സാധാരണക്കാരായ കേരളശ്ശേരിയിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് അവർ കൊടുക്കുന്നത്? പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആപ്പരത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പി രാജീവ് മാസ്റ്റർ, എ ബിബിൻ, വാർഡംഗം KP പ്രീത, MB സുരേഷ് ബാബു, യുവമോർച്ച പ്രസിഡന്റ് രജീഷ് കരിയാട്ട്, VC ബാലകൃഷ്ണൻ, MP രാമകൃഷ്ണൻ, VS രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രം റോഡിന്റെ പൊളിച്ചിട്ട പ്രവേശന ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനെതിരെ BJP പ്രതിഷേധം. ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. 2 ദിവസത്തിനകം പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 1.5 മാസം മുമ്പാണ് സ്ലാബിടുന്നതിനായി റോഡ് പൊളിച്ചിട്ടത്. പൊളിച്ച ഭാഗത്ത് മണ്ണിട്ട് നിരപ്പാക്കിയിട്ടുണ്ടെങ്കിലും പ്രധാന റോഡിൽ നിന്ന് ക്ഷേത്രം റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് യാത്രാ പ്രതിസന്ധി രൂക്ഷമാണ്. വലിയ വാഹനങ്ങൾക്ക് ഇതിലെ പോകാൻ കഴിയില്ല. ആശുപത്രി കേസുകൾ ഉൾപ്പെടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യാനോ പ്രായമായവർക്ക് ഈ റോഡിലൂടെ സഞ്ചരിക്കാനോ സാധ്യമല്ല. 100 കണക്കിന് കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതം നേരിടുന്നത്. ചുടുവാലത്തൂർ മേഖലയിലേക്ക് മറ്റു വഴികളിലൂടെ ഏറെ വളഞ്ഞു പോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഇതിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച BJP പ്രവർത്തകർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. 2 ദിവസത്തിനുള്ളിൽ താൽക്കാലികമായി മണ്ണിട്ട് റോഡ് ഗതാഗതയോഗ്യമാക്കാമെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. കരാറുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും വാഗ്ദാനങ്ങളല്ലാതെ നഗരസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നും BJP പാലക്കാട് ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ആരോപിച്ചു. ഈ പണി കരാറുകാരൻ കുറച്ച് ദിവസം പണിയെടുക്കും, പിന്നെ കുറച്ച് മാസങ്ങളോളം അവിടെ ഇടും, പിന്നെ കുറച്ച് പണിയെടുക്കും. ആ കരാറുകാരനെ സംരക്ഷിക്കുന്ന നയമാണ് MLAയുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ വരെ ഷൊർണൂരുകാർക്ക് വാഗ്ദാനം കൊടുത്തത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 31-ാം തീയതി പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പൂർണ്ണമായും പണി കഴിച്ചു. നഗരസഭാ ചെയർമാൻ അങ്ങനെ എപ്പോഴും എന്തെങ്കിലും പറയാറുണ്ട്, ഒന്നും പ്രായോഗികമാവാറില്ല. അത് വേറെ വിഷയം. ഇത് ഇപ്പോൾ വളരെ വളരെ മോശമായ രീതിയിൽ ചുടുവാലത്തൂർ പ്രദേശം വലിയ താഴ്ചയിൽ കുണ്ടെടുത്തുകൊണ്ട് അവിടെ പണി പൂർത്തീകരിക്കാതെ ആ പ്രദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ, വാഹനങ്ങൾ പോകാൻ സാധിക്കാതെ റോഡ് മുറിച്ചിട്ട് കിടക്കുകയാണ്. 2 ദിവസത്തിനകം റോഡ് ഉയരം കൂട്ടി യാത്രാക്ലേശം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് BJP നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കൗൺസിലർമാരായ K പ്രസാദ്, EP നന്ദകുമാർ, BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൂരപ്രതീതിയിൽ ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച്. ഉത്സവപ്പറമ്പുകളിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള നിയന്ത്രണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പൂരപ്രതീതിയിലാണ് ആചാര ക്ഷേത്ര സംരക്ഷണ സമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പ്രതിഷേധ പ്രകടനം. നെറ്റിപ്പട്ടമണിയിച്ച വാഹനങ്ങൾ പരിപാടിക്ക് കൊഴുപ്പേകി. പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വം. ഉത്സവപ്പറമ്പുകളിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള നിയന്ത്രണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഭിപ്രായപ്പെട്ടു. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അധികൃതർ ശ്രമിക്കരുത്. സർക്കാർ ഇതിന് കൂട്ടുനിൽക്കരുതെന്നും
MLA ആവശ്യപ്പെട്ടു. ഇതിനെ എതിർക്കുന്ന ചില ആളുകൾ പറയുന്നത് എന്താണ്, ഇത് ആധുനികതയുടെ ഭാഗമല്ല. പാറമേക്കാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി തൃശൂർ പൂരം കാണാൻ എല്ലാ വർഷവും അവിടേക്ക് ധാരാളം വിദേശികളായിട്ടുള്ള ആളുകൾ കടന്നു വരാറ് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഈ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമ്മൾ പലപ്പോഴും ഉദാഹരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരാറുണ്ട് അല്ലേ? ശരിയല്ലേ? തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ ആധുനികതയുടെ ഉദാഹരണമാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആനയും ആഘോഷവും കാണുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. ഉത്സവങ്ങളിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ തെറ്റുകൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കെ ബാബു MLA ആവശ്യപ്പെട്ടു. പാറമേക്കാവ് ദേവസ്വം കമ്മിറ്റി സെക്രട്ടറി രാജേഷ്, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി വത്സൻ ചമ്പക്കര, ജില്ലാ പ്രസിഡന്റ് M ശിവദാസ്, സെക്രട്ടറി പ്രകാശൻ പുത്തൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർമ്മാണ മേഖലയിലെ സ്വകാര്യ കരാറുകാർക്ക് ക്ഷേമനിധിയും ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തണമെന്ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വിവിധ ഏരിയകളിൽ നിന്നുള്ള 100ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. TK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ K രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. KM ഗോപാലകൃഷ്ണൻ, മനോഹരൻ, MA ഗംഗാധരൻ, രാമൻകുട്ടി, MN അശോകൻ, M വിജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി MK രാജനെയും സെക്രട്ടറിയായി KM ഗോപാലകൃഷ്ണനെയും ട്രഷററായി MA ഗംഗാധരനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അന്യായമായ വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ ഓങ്ങല്ലൂരിൽ കോൺഗ്രസിന്റെ സായാഹ്ന ധർണ. ഓങ്ങല്ലൂർ, വാടനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കാണ് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളായി ഉണ്ടായിരുന്നത്. കാരണം ഇന്ന് നമ്മൾ 100% നേടി എന്ന് അവകാശപ്പെടുകയാണ്. സാങ്കേതികമായി കണക്ഷൻ കൊടുക്കാൻ സാധിക്കാത്ത വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒഴിച്ച് ഫോറസ്റ്റ് മേഖലയെ പോലെയുള്ള പ്രദേശങ്ങൾ ഒഴിച്ച് എല്ലാവർക്കും ഇന്ന് വൈദ്യുതി ലഭിച്ചിരിക്കുകയാണ്. 957 കേരളത്തിൽ ഐക്യ കേരള പെർമിറ്റ് നാഷണൽ ഇലക്ട്രിസിറ്റി ബോർഡ് വരുമ്പോൾ 18.36% ആളുകളാണ് വൈദ്യുതി ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ രാജ്യത്തെ വൈദ്യുതി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം കേരളമായിരുന്നു. കാരണം എന്താ? കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനം മഹാഭൂരിപക്ഷം മെഗാ വോൾട്ടേജ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയിൽ നിന്നായിരുന്നു. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് EP യൂസഫ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ്, പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ്, KR നാരായണസ്വാമി, മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി, UDF കൺവീനർ TT സലീം, ജിതേഷ് മോഴിക്കുന്നം, പഞ്ചായത്ത് അംഗങ്ങളായ AK മുഹമ്മദ് അലി, K മുസ്തഫ, N റസാഖ്, ദിവ്യ ദിവാകരൻ, PP ഉണ്ണികൃഷ്ണൻ, PK അബൂബക്കർ സിദ്ദിഖ്, CP ബാബു, EK സലീം, PK സൈദാലി, KP അബ്ബാസ്, അസ്കർ പോക്കുപടി, ഷാഫി കാരക്കാട്, PK അനസ്, VK ഇമ്പിച്ചിമണി, TP രാജീവ്, KS ഹക്കീം, KP മുഹമ്മദ് അലി, അലി പൊയിലൂർ, ഫൈസൽ കാരക്കാട്, V ഹാരിസ്, സത്താർ മഞ്ഞളങ്ങൽ, KP റഫീഖ്, NT മുസ്തഫ, അസീസ് രാജഗോപാലൻ, ഉമ്മർ പൂവക്കോട്, കാജ ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. മുംബൈ സ്വദേശി 25 വയസ്സുള്ള സുബ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കോൺക്രീറ്റ് തൊഴിലാളിയായ സുബ്രത കഴിഞ്ഞ ബുധനാഴ്ചയാണ് തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്തയായതോടെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് ഉച്ചയോടെ വീണ്ടും ഇയാൾ സ്വരാജ് റൗണ്ടിലൂടെ സ്കേറ്റ് ചെയ്യുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. പിടിയിലായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ ഇയാൾ സ്കേറ്റിംഗ് നടത്തിയതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ഷൊർണൂരിൽ ട്രെയിൻ തട്ടി 4 ശുചീകരണ കരാർ തൊഴിലാളികൾ മരിച്ച പ്രദേശത്തിനു സമീപം റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കാഴ്ചമറയ്ക്കുന്ന 100-ലേറെ മരങ്ങൾ വെട്ടിമാറ്റുന്നു. മരങ്ങൾ സുഗമമായ ട്രെയിൻ ഗതാഗതത്തിന് തടസ്സമാകുന്നുണ്ടെന്ന് വിലയിരുത്തിയാണ് നടപടി. കാഴ്ചമറയ്ക്കുന്ന നിലയിലേക്ക് വളർന്ന ചെറുതും വലുതുമായ 100-ലധികം മരങ്ങളാണ് റെയിൽവേ വെട്ടിമാറ്റുന്നത്. പാലക്കാട് തൃശൂർ പാതയിൽ എ ക്യാബിൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരെയും ഷൊർണൂർ തൃശൂർ ട്രാക്കിൽ സ്റ്റേഷൻ മുതൽ ബി ക്യാബിൻ വരെയുമാണ് മരങ്ങൾ മുറിച്ചുമാറ്റുക. പ്രദേശത്തെ 100-ലേറെ മരങ്ങൾ വെട്ടിനീക്കും. ഇതോടൊപ്പം ട്രാക്കുകളോട് ചേർന്ന് വളർന്ന ചെടികളും പുല്ലും വെട്ടിമാറ്റും. ട്രാക്കുകളിൽ നിന്ന് 3 മീറ്റർ വരെ ദൂരത്തുള്ള തടസ്സങ്ങളാണ് നീക്കുന്നത്. വെട്ടിമാറ്റിയ മരത്തടികൾ പ്രദേശത്തു നിന്ന് യന്ത്രസഹായത്തോടെ നീക്കുന്ന ജോലികളും തുടങ്ങി. കഴിഞ്ഞ മാസമാണ് ട്രാക്കുകളിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് മടങ്ങുകയായിരുന്ന തമിഴ്നാട്ടുകാരായ 4 ശുചീകരണ തൊഴിലാളികൾ ബി ക്യാബിനു സമീപം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ ട്രെയിൻ തട്ടി മരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുന്നംകുളം കാണിപ്പയ്യൂരിലെ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടുകയും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത എരുമപ്പെട്ടി സ്വദേശിയായ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ. സ്ഥാപന ഉടമയുടെ പരാതിയിലാണ് യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാണിപ്പയ്യൂരിലെ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും കൂടുതൽ പണം ആവശ്യപ്പെട്ട് സ്ഥാപന ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പ്രതികളെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി ചിറമനേങ്ങാട് സ്വദേശി 37 വയസ്സുള്ള ജിഷാദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സ്ഥാപന ഉടമ എരുമപ്പെട്ടി സ്വദേശി അബു താഹിറിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. സ്ഥാപനത്തിലെ ഫിനാൻസ് മാനേജരായി ജോലി ചെയ്തിരുന്ന പ്രതി സാമ്പത്തിക കൃത്രിമം കാണിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് സ്ഥാപനത്തിലെ 22 ലക്ഷം രൂപ മാറ്റുകയും പിന്നീട് സ്ഥാപനത്തിലെ കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയും ഇൻകം ടാക്സിനെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇൻകം ടാക്സിൽ അറിയിക്കാതിരിക്കാൻ 16 ലക്ഷം കൂടി ആവശ്യപ്പെട്ടതായും പരാതിയിലുണ്ട്. തുടർന്ന് സ്ഥാപന ഉടമയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാട്ടുപന്നി ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആറങ്ങോട്ടുകര മണ്ണങ്കോട് പാടശേഖരത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർ ദുരിതത്തിലായിരിക്കുന്നത്. വിളവെടുക്കാറായ നെല്ല് മുതൽ പുതുതായി നട്ട ഞാറുകൾ വരെ കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ്. കൂടാതെ മയിലുകളും മറ്റ് ചെറുകിളികളും എല്ലാം കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ആറങ്കോട്ടുകര കൃഷി പാഠശാലയുടെ നേതൃത്വത്തിൽ ഇറക്കിയ 2 ഏക്കറോളം കൃഷിയാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി കൃഷി പാഠശാല പ്രവർത്തക ശ്രീജ ആറങ്കോട്ടുകര പറഞ്ഞു. അല്ലെങ്കിൽ പന്നിക്ക് വല്ല ഇതും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അക്ഷരാർത്ഥത്തില് എന്താ പറയാ കരച്ചിൽ വരുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അത് ഇപ്പൊ 2 ലക്ഷം രൂപയോളം നമ്മൾ ഇവിടെ ചെലവാക്കിയിട്ടുണ്ട്. പൈസയുടെ മാത്രമല്ല, നമ്മൾ ഇത്രയും കുട്ടികളെ നോക്കുന്ന പോലെ ഓരോ ദിവസം വന്ന് നോക്കിയിട്ടുള്ള ഒരു നെല്ലിന്റെ സ്ഥിതിയാണ്. ശരിക്കും സങ്കടം. ഇതുകൂടാതെ മറ്റു കർഷകർക്കും നിരവധി നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കൃഷി ഇറക്കുന്ന സമയം തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് പന്നുശല്യത്തിന് ഒരു പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഓരോ വർഷവും കർഷകരുടെ എണ്ണവും കൃഷിയുടെ ഉൽപ്പാദനവും കുറഞ്ഞുവരുന്ന ഈ സാഹചര്യത്തിലാണ് കർഷകരോട് ഇത്തരത്തിലുള്ള അവഗണന നടത്തുന്നതെന്നും കർഷകർ പറയുന്നു. പന്നിശല്യവും മയിൽ ശല്യവും മറ്റു കാട്ടുമൃഗങ്ങൾ പാടത്തേക്കിറങ്ങി നെൽവയലുകൾ നശിപ്പിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് മുഖാന്തരം ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാനാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വല്ലപ്പുഴ ചെറുകോട് ഗ്രാമത്തെ വേദനയിലാക്കി അമ്മയുടെയും മകന്റെയും മരണം. ഇരുവരെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വല്ലപ്പുഴ ചെറുകോട് എലപ്പുള്ളി വീട്ടിൽ 63 വയസ്സുള്ള മുഖിലയെയും മകൻ 39 വയസ്സുള്ള നിഷാന്തിനെയുമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോണിൽ വിളിച്ചിട്ടും പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് അയൽവാസികൾ വന്നു നോക്കിയപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. അമ്മയെ ഹാളിലും മകനെ റൂമിലും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നിഷാന്ത് 10 വർഷമായി പലതരം കച്ചവടങ്ങൾ നടത്തി വരികയാണ്. എന്നാൽ വിവിധ പ്രതിസന്ധികൾ മൂലം ബിസിനസ്സുകൾ വിജയിച്ചില്ല. എറണാകുളത്ത് നടത്തിയിരുന്ന കൂൾ ബാർ 10 ദിവസം മുമ്പാണ് അടച്ചുപൂട്ടിയത്. മനോവിഷമമാകാം മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വളരെ സൗമ്യമായിട്ടുള്ള ആളുകളാണ്. ആരായിട്ടും ഒരു പ്രശ്നമില്ലാത്ത വളരെ ശാന്തമായിട്ടുള്ളൊരു ടീമാണ്.
കാരണം അവർക്ക് ആ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല, നമുക്കത് വളരെ ഒരു വിഷമം പിടിച്ചിട്ടുള്ള നാട്ടുകാർക്ക് മൊത്തം തന്നെ വലിയൊരു വിഷമം തന്നെയാണത്. കാരണം അവരുടെ വിയോഗത്തിൽ മകനാണെങ്കിലും ശരി, ഈ അമ്മയാണെങ്കിലും ശരി, അങ്ങനെ ഒരു വിപരീതമായിട്ടുള്ളതൊന്നുമല്ല, നല്ല ഒരു സ്നേഹമുള്ള ഒരു വിഭാഗമായിരുന്നു. അഹമ്മദാബാദിൽ ബിസിനസ് നടത്തുന്ന നിഷാന്തിന്റെ മൂത്ത സഹോദരൻ നാട്ടിലെത്തിയിട്ടുണ്ട്. പോലീസും ഫോറൻസിക് വിഭാഗവും വീട്ടിലെത്തി ഇൻക്വസ്റ്റ് നടത്തി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന പി മാധവന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പി മാധവന്റെ തൃശൂർ ഒല്ലൂരിലെ വീട്ടിലെത്തിയാണ് രാഹുൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഇന്നലെ രാത്രി തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ എത്തിയ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇന്ന് രാവിലെ റോഡ് മാർഗമാണ് ഒല്ലൂരിലെ വീട്ടിലെത്തിയത്. രാഹുൽ ഗാന്ധിക്കൊപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VM സുധീരൻ തുടങ്ങിയവരും മന്ത്രി K രാജനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അരനൂറ്റാണ്ടോളം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ് മാധവൻ. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പി മാധവൻ അന്തരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിറക്കണ്ണുകളുമായി മകനെ കാത്തിരിക്കുകയാണ് ഉമ്മ. ഓട്ടിസം ബാധിച്ച മകനെ കാണാതായിട്ട് 20 ദിവസം പിന്നിടുന്നു. ചെറുതുരുത്തി ഇരട്ടക്കുളം മേച്ചേരിക്കുന്നത്തെ സബിതയാണ് തന്റെ പൊന്നുമോനെയും കാത്തിരിക്കുന്നത്. ഓട്ടിസം ബാധിച്ച തന്റെ മകനെ തേടി എത്താത്ത ഇടങ്ങളില്ല. ഇതിനു മുൻപും 2 തവണ മകനെ കാണാതായിട്ടുണ്ട്. 2 തവണയും പോലീസിന്റെ സഹായത്തോടെയാണ് മകനെ കണ്ടെത്തുകയായിരുന്നു. ഒരിക്കൽ അമ്പലപ്പുഴയിൽ നിന്നും പിന്നീട് കാസർഗോഡ് നിന്നുമാണ് മകനെ കണ്ടെത്തിയത്. വീടിന് തൊട്ടരികിൽ റെയിൽവേ ട്രാക്കുള്ളതിനാൽ സിഗ്നൽ കിട്ടാതെ കിടക്കുന്ന ട്രെയിനിലാണ് ഓട്ടിസം ബാധിതനായ 27-കാരൻ ഈ 2 തവണയും സഞ്ചരിച്ചിട്ടുള്ളത്. ചെറുതുരുത്തി പോലീസിനും ജില്ലാ കലക്ടർക്കും പരാതി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഉമ്മ. തന്റെ മകനെ എത്രയും പെട്ടെന്ന് കാണിച്ചു തരണമെന്ന് നിറകണ്ണുകളുമായി പ്രാർത്ഥിക്കുകയാണ് ഈ ഉമ്മ. കണ്ടു കിട്ടണം വേഗം, എൻ്റെ കുട്ടി എൻ്റെ ജീവനാക്കി. ഞാൻ നോക്കാത്തൊരു കുട്ടി എല്ലായിടത്തുള്ളവരൊക്കെ പറയാം, അവൻ തട്ടിയാലും നിങ്ങളൊന്ന് നോക്കും, അവനെ ഞാൻ നോക്കാത്ത പിന്നാലെ ബാഗ് പിടിച്ച് നടക്കണമായുള്ള കുട്ടി 1 മിനിറ്റിൻ്റെ ഉള്ളിൽ പോയി. എൻ്റെ കുട്ടി എത്രയും വേഗം എൻ്റെ കുട്ടീനെ കിട്ടണം. എനിക്ക് ആലോചിച്ചിട്ട് ഷുഗറും ഒക്കെ കൂട്ടിയിറക്കുകയാണ്. വിഷമിച്ചിട്ട് എപ്പോഴാണ് ദിവസം പൂന്തോറും മനസ്സിൽ വിഷമിച്ചിട്ട് എൻ്റെ കുട്ടീനെ എത്രയും വേഗം കണ്ട് കിട്ടണം. എൻ്റെ മകനൊക്കെ ജീവനാണ്, ജീവന് തുല്യാണ് എൻ്റെ മകൻ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തെ സാധാരണക്കാരിൽ നിന്ന് അന്യമാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് P പ്രേംനാഥ് പാലക്കാട് ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫെഡറേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് പൊതുജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നതി ലക്ഷ്യം വെച്ചാണ്. പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കി വിദേശവൽക്കരണമാണ് ഇന്ന് നടക്കുന്നത്. കോടികളുടെ വിഹിതങ്ങൾ കുത്തകകളുടെ കടം എഴുതി തള്ളാനാണ് ഉപയോഗിക്കുന്നത്. ബാങ്കിംഗ് മേഖല ശക്തിപ്പെടുത്താൻ നിരന്തരം അധ്വാനിച്ച ജീവനക്കാരെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചാണ് അവഗണിക്കുന്നത്. വ്യത്യസ്ത സംഘടനകളുണ്ടെങ്കിലും ആവശ്യമൊന്നായതിനാൽ സംഘശക്തിയിലൂടെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കഴിയണമെന്നും അഡ്വക്കേറ്റ് പ്രേംനാഥ് പറഞ്ഞു. ജില്ലാ ചെയർമാൻ MS നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി M വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി K മുരളീധരൻ, P പ്രഭാകരൻ, TV ഗണപതി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയും ആക്രമണങ്ങളും തുടരുകയാണെന്ന് നാഷണൽ മഹിളാ ജനത. ഇവർക്കെതിരെ പരാതി നൽകിയാലും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, പ്രസിഡന്റ് S വിജയലക്ഷ്മി എന്നിവർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പാലക്കാട് ജില്ലയിൽ 15ഓളം മൈക്രോ ഫിനാൻസുകാരാണ് ഗുണ്ടായുസവുമായി രംഗത്തുള്ളതെന്ന് മഹിളാ ജനതാ നേതാക്കൾ ആരോപിച്ചു. ധനവിനിയോഗത്തിന്റെ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെ പലിശയ്ക്ക് പണം നൽകിയവർ വീടുകൾ കയറി ഭീഷണി തുടരുകയാണ്. നേരത്തെ പുരുഷന്മാരാണ് പണപ്പിരിവിന് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ ഇറക്കിയാണ് ഗുണ്ടായുസം നടത്തുന്നത്. 10 സ്ത്രീകളെ കൂട്ടി ലോൺ നൽകുന്നത് മുതലാണ് കുരുക്ക് ആരംഭിക്കുന്നത്. മൈക്രോ ഫിനാൻസുകാരുടെ മോശം വാക്കുകളുടെ പ്രയോഗത്തിനും ഗുണ്ടായുസത്തിനുമെതിരെ പോലീസിൽ നിരവധി തവണ പരാതി കൊടുത്തിട്ടും പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുകയാണ്. ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന മൈക്രോ ഫിനാൻസുകാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറാവുമെന്നും ഇരുവരും പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ നടപടികൾ നിങ്ങൾ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർ ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമ്മൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. നാഷണൽ ജനതാദൾ, മഹിളാ ജനത ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്.
കാരണം ഈ വരുന്ന 19-ാം തീയതി 19/12/2024 ഞങ്ങൾ സമരപരിപാടികളും സത്യാഗ്രഹ സമരവും ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഈ മൈക്രോ ഫിനാൻസ് കമ്പനികൾക്കെതിരെ ശക്തമായി തന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്നു, ഒന്നില്ലെങ്കിൽ അവരെ കയറി നമ്മൾ തല്ലി പൊട്ടിക്കുക തന്നെ ചെയ്യും തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം മഹിളാ ജനതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ നിലാവർണീസ, പ്രസന്ന ഏത്തനൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂറ്റനാട് ടൗൺ വികസന പ്ലാനിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിട ഉടമകൾ രംഗത്ത്. 24-ന് പ്രതിഷേധ ജാഥയും വിശദീകരണ യോഗവും നടത്തുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂറ്റനാട് ടൗൺ വികസനത്തിന്റെ പേരിൽ അശാസ്ത്രീയമായ നടപടികളാണ് ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നതെന്നും ഇത് കെട്ടിട ഉടമകൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. റോഡ് അലൈൻമെന്റ് വർക്കിനു വേണ്ടി പ്രാഥമിക സർവേ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. കെട്ടിട ഉടമകളെ അറിയിക്കാതെ സ്വകാര്യ സ്ഥലങ്ങളിൽ മഞ്ഞക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കെട്ടിടം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് മന്ത്രി യോഗം വിളിച്ചെങ്കിലും പരാതികൾക്ക് ശേഷം അനുകൂലമായ മറുപടി ഉണ്ടായില്ലെന്നും കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സ്വകാര്യ ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേ അശാസ്ത്രീയമാണ്. ടൗൺ വികസനം നടപ്പാക്കിയാൽ 30-ൽ പരം കെട്ടിടങ്ങളും 210-ൽ പരം വ്യാപാര ഓഫീസ് സ്ഥാപനങ്ങളും മുറികളും ഇല്ലാതാകും. 40 വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത കൂറ്റനാട് വികസനവും വ്യാപാര മേഖലയും തകരും. നിലവിൽ കൂറ്റനാട് ടൗണിലെ 4 ഭാഗങ്ങളിലേക്കുള്ള റോഡുകളും അത്യാവശ്യത്തിന് വീതിയുണ്ട്. 300 മീറ്റർ നീളത്തിൽ മാത്രമാണ് വികസന പദ്ധതി നടപ്പാക്കുന്നത്. അതുകൊണ്ട് പദ്ധതി ഗതാഗതക്കുരുക്ക് ഇരട്ടിയാക്കാനാണ് ഇടവരുത്തുക. നിലവിൽ പെരുമ്പിലാവ് നിലമ്പൂർ പാതയുടെ നവീകരണം വരാനിരിക്കെ കൂറ്റനാട് ടൗൺ വികസനം പ്രഹസനമാകുമെന്നും കെട്ടിട ഉടമകൾ പറഞ്ഞു. തൽപരകക്ഷികൾക്ക് വിധേയമായിക്കൊണ്ടാണ് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികളുമായി അധികൃതർ മുന്നോട്ടു പോകുന്നത്. ഇത് വ്യാപാരികളെയും കെട്ടിട ഉടമകളെയും പെരുവഴിയിലാക്കുന്ന നിലപാടാണ്. ടൗണിലെ മരങ്ങളും വഴിയോര കച്ചവടങ്ങളും ബസ് സ്റ്റോപ്പുകളും നീക്കം ചെയ്താൽ തന്നെ റോഡ് വികസനം നടപ്പാക്കാനാകുമെന്നും ഇവർ പറഞ്ഞു. ടൗൺ വികസനം ജനോപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 24-ന് പ്രതിഷേധ ജാഥയും വിശദീകരണ യോഗവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുട്ടനാടിലെ ഏകദേശം 32ഓളം വരുന്ന 280-ൽ പരം കടമുറികളെ അവരുടെ ഉപജീവനമാർഗവും അവരുടെ ഒരുപാട് കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള സമ്പത്ത് ഇല്ലാതാൻ പോകുന്ന ഒരു സാഹചര്യം നിലവിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട് യൂണിറ്റ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അതുപോലെ തന്നെ പൗരസമിതിയുടെ സംയുക്തമായി ഇത്തരത്തിലുള്ള ഒരു പ്രസ് മീറ്റിങ്ങും അതുപോലെ തന്നെ തുടർന്ന് ഭാവിയിൽ ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങളും നടത്തുവാൻ തീരുമാനിച്ചു. വൈകുന്നേരം 3:30 മുതൽ 5:30 വരെയാണ് പ്രതിഷേധ പരിപാടികൾ. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി, താലൂക്ക് പ്രസിഡന്റ് മുരളി പരുതൂർ, സംസ്ഥാന സെക്രട്ടറി KV അബ്ദുൽ ഗഫൂർ, റഷീദ് മേലേപ്പാട്ട്, രാധാകൃഷ്ണൻ പാലാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPIM കുഴൽമന്ദം ഏരിയ സമ്മേളനം ഡിസംബർ 18, 19 തീയതികളിലായി പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ നടക്കും. പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ നാരായണീയ മഹോത്സവ സമിതിയുടെ നാരായണീയ ദിന വാരാഘോഷങ്ങളുടെ ജില്ലാതല സമാപനം അകലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു. സമാപന സമ്മേളനം മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നാരായണീയ മഹോത്സവ സമിതിയായി മാറി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മംഗളകരമായിട്ട് അതിശക്തമായിട്ട് ഭാരതത്തെ ലോകത്തിൻ്റെ നിലയിൽ വിശ്വഗുരുവാക്കി തീർക്കാൻ നമ്മുടെ നാരായണീയ പാരായണത്തിൻ്റെ ശക്തിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഇന്ന് പാലക്കാട് ജില്ലയുടെ എന്നുള്ള പേരിലാണെങ്കിൽ കൂടി തൃശ്ശൂർ ജില്ല നാരായണീയ സമിതി, മലപ്പുറം ജില്ല നാരായണീയ സമിതി എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അകലൂർ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി IB ശശിധരൻ, ജോയിന്റ് സെക്രട്ടറി AC ചന്താമരാക്ഷൻ എന്നിവർ വിഷയാവതരണം നടത്തി. നീലകണ്ഠ മന്ദിർ ഹൃഷികേശ് മഠാധിപതി മുഖ്യാതിഥിയായി പങ്കെടുത്തു.
പി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സോപാന സംഗീതത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഗായത്രി ആചാര്യൻ സുധാകരൻ ബാബു, ജില്ലാ രക്ഷാധികാരി പി സതീഷ് മേനോൻ, ജില്ലാ ഉപാധ്യക്ഷൻ കെ രാമചന്ദ്രൻ നായർ, സംസ്ഥാന സമിതി അംഗം പി കണ്ണൻകുട്ടി, ജില്ലാ ഉപാധ്യക്ഷൻ ആർ കൃഷ്ണൻകുട്ടി, ജില്ലാ ട്രഷറർ സുജാത നായർ എന്നിവർ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നായി സന്യാസിമാരും സന്യാസി പ്രമുഖരും പങ്കെടുത്തു. തുടർന്ന് വൈകിട്ട് വരെ നീണ്ടുനിന്ന കൂട്ടനാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുമ്പുര യൂണിറ്റിന്റെ 25ാമത് സമ്മേളനം ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. AKTA ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ അവശേഷിക്കുകയാണ്. ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രജനി റിപ്പോർട്ടും രാധാ TN വരവ് ചെലവ് കണക്കും, ഏരിയ സെക്രട്ടറി രമ്യ MT സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ ബിന്ദു, ദാമോദരൻ, ശാന്തി, ഗിരിജ, റഹീമ, രാധ എന്നിവർ സംസാരിച്ചു. പുതിയ 15 അംഗ കമ്മിറ്റിയും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തോലന്നൂർ പൂതമണ്ണിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശിവൻ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഭഗവതി പാട്ടുത്സവം ഡിസംബർ 23-ന് തിങ്കളാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ധനുമാസത്തെ ഭഗവതി പാട്ട് ധനു 8-ാം തീയതി തിങ്കളാഴ്ച ഡിസംബർ 23-ാം തീയതി പാട്ട് തുടങ്ങുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അന്നദാനം ഉണ്ട്. എല്ലാവരും വന്ന് പങ്കെടുത്ത് അന്നദാനം കഴിക്കണം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പട്ടാമ്പി ലേണിംഗ് സപ്പോർട്ടിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം നടത്തി. ഹുസൈൻ തട്ടത്താഴത്ത് ആമുഖ പ്രഭാഷണം നടത്തി. LSC കോർഡിനേറ്റർ ഡോക്ടർ KP രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഗായിക രാധിക അശോക്, C ചിത്ര മേഘൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഡോക്ടർ പൂർണിമ, S ഉണ്ണി, ശ്രീലക്ഷ്മി, വിദ്യ S നായർ, ശാലിനി, മഞ്ജു, K രമ, സ്വാതിദാസ്, അനു ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. ജിസ്മി സ്വാഗതവും ഷിബിൻ കോക്കാട് നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 18 ബുധനാഴ്ച ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ അവകാശ ദിന സമരം സംഘടിപ്പിക്കും. ഞങ്ങൾക്ക് 6ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് 2020 ഒക്ടോബറിലാണ്. അതുപോലെ UGCയുടെ 7ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് 2021 നവംബറിലാണ്. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തുച്ഛമായ DCRGയും കമ്മ്യൂട്ടേഷനും മേടിച്ച് സർവീസിൽ നിന്ന് വിരമിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് ഞങ്ങൾ. അത് അനോമലികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ നിവേദനങ്ങൾ കൊടുത്തിട്ടും നാളിതുവരെ അനുകൂലമായൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അടിയന്തരമായ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ അവകാശ ദിനം ആചരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ജീവനക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്നും ജീവനക്കാരെ സർക്കാർ നിരാശപ്പെടുത്തില്ലെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിക്കാനുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്നും മന്ത്രി. പാലക്കാട്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രതിനിധി സമ്മേളനം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നോക്കുകുത്തിയായി. കരാർ നിയമനവും പിൻവാതിൽ നിയമനവും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നത് നിർഭാഗ്യകരം. പരാമർശം പാലക്കാട്ട് AITUC പ്രക്ഷോഭ ജാഥയിൽ. ജാഥ സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും ഉറപ്പാക്കണമെന്നും കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട്. ഷൊർണൂരിൽ റോഡ് നവീകരണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാർക്കെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. സമയബന്ധിതമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത 2 കരാറുകാരെ പുറത്താക്കി. നടപടി മലപ്പുറം ഷൊർണൂർ സ്വദേശികളായ കരാറുകാർക്കെതിരെ. ഷൊർണൂരിൽ ട്രെയിൻ തട്ടി 4 ശുചീകരണ കരാർ തൊഴിലാളികൾ മരിച്ച പ്രദേശത്തിനു സമീപം റെയിൽവേ ട്രാക്കിനോട് ചേർന്ന കാഴ്ചമറയ്ക്കുന്ന 100-ലേറെ മരങ്ങൾ വെട്ടിമാറ്റി തുടങ്ങി.
കേരളശ്ശേരിയിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്ക് ലൈസൻസ് പുതുക്കി നൽകിയ നടപടിക്കെതിരെ പ്രതിഷേധം. ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയായ തടുക്കശ്ശേരി വെണ്ണടിയിലെ ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ. ഷൊർണൂരിൽ പൊളിച്ചിട്ട ചുടുവാലത്തൂർ ശിവക്ഷേത്രം റോഡിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനെതിരെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. പൂരപ്രതീതിയിൽ ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച്. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യം. ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഉൾപ്പെടെ ഉത്സവ പറമ്പുകളിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള നിയന്ത്രണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കുന്നംകുളം കാണിപ്പയ്യൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത എരുമപ്പെട്ടി സ്വദേശിയായ ജീവനക്കാരൻ അറസ്റ്റിൽ. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് നടത്തിയ യുവാവ് ഒടുവിൽ പോലീസിന്റെ പിടിയിൽ. വല്ലപ്പുഴ ചെറുകോട് ഗ്രാമത്തെ വേദനയിലാക്കി അമ്മയുടെയും മകന്റെയും മരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.